ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് നല്ലൊരു അടിപൊളി മഷ്റൂം കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മഷ്റൂം കറി ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ ഒരു കുഞ്ഞു പീസ് പട്ട, ഒരു ഗ്രാമ്പൂ, കുറച്ച് വലിയ ജീരകം ഇത്ര ഇട്ടിട്ട്, പിന്നെ കുറച്ച് കുരുമുളകും ഹോൾ പെപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 3-4 ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്യണം. എന്നിട്ട് ഒരു ഹാഫ് മൂടി തേങ്ങയും കൂടെ നമ്മളിതിനോടൊപ്പം ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരുപാടൊന്നും ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ഫ്രൈ ആക്കിയ ശേഷം അതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് അതും കൂടെ നമ്മളൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ മിക്സിയിലൊന്ന് നന്നായി പേസ്റ്റ് പോലെ അരച്ച് മാറ്റി വെച്ച ശേഷം സെയിം പാനിൽ കുറച്ച് എണ്ണ, കടുക്, വറ്റൽമുളക് ഇട്ടിട്ട് വലിയ ഉള്ളി ഇടണം. അതൊന്ന് നമ്മൾ സോട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലോട്ട് നമ്മൾ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇടണം. ഇപ്പോഴാണ് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടത്. എന്നിട്ട് നമ്മൾ ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ച മഷ്റൂം കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ മഷ്റൂമിൽ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വരും. മഷ്റൂമെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പും കൂടെ ഇതിലിട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് കൺസിസ്റ്റൻസിക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി വേണം തോന്നിയത് കാരണം കുറച്ചുകൂടെ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഈ ഒരു മഷ്റൂം കറി നല്ല ടേസ്റ്റാണ്. ഞാൻ സത്യത്തിൽ ഇത് ഇങ്ങനെ വെക്കുന്നത് ആദ്യമായിട്ടാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനും കൂടെ പറയാമെന്ന് വെച്ച് വന്നത്. പിന്നെ ഞാൻ കുറച്ച് മീറ്റ് മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പെപ്പറും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ടത് ബോയിലാവുമ്പോൾ കുറച്ച് മല്ലിയിലയും പച്ചമുളകും കൂടെ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ചിക്കൻ കറീൻ്റെ ഒരു ടേസ്റ്റാണ്. പക്ഷേ ചിക്കൻ കറിയുടെക്കാളും വേറൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കറിയാണേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫൈനലായിട്ട് അത് കിട്ടിയത്. നല്ല ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്യണം.